പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആ ഒരു സ്വിറ്റ്സർലാൻഡ് ഡീല് മൂർത്തി ജ്വല്ലറിക്ക് കിട്ടിയതോടുകൂടി തന്നെ ജ്വല്ലറിക്കാരടക്കം അഭിയടക്കം എല്ലാവരും ആകെ നാറി നാണകെട്ടിങ്ങനെ തിരിച്ചു വരികയാണ്. അവർക്ക് ആ വലിയ ബിസിനസ് ഡീല് കിട്ടിയില്ല എന്ന് മാത്രമല്ല, അനി അത് സ്വന്തമാക്കിയത് അവരെ ശരിക്കും അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു. അനി തന്നെ വഞ്ചിച്ചതാണ് എന്നും താൻ ആ ഡീലിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അവനെ വിഡ്ഢിയാക്കിയതാണെന്നൊക്കെ അബി ഡേവിഡിനോട് പറയുന്നുണ്ട്. അനിയുടെ മുന്നിൽ തലകുനിക്കേണ്ടി വന്നതാണ് അബിക്ക് വലിയൊരു അപമാനമായി തോന്നിയത്. എന്നാൽ നാഗേന്ദ്രന് ഒരു ചെറിയ ആശ്വാസമുണ്ട്. കാരണം അവന്തികയെ വിവാഹം കഴിക്കാൻ പോകുന്നവനാണല്ലോ അനി. പക്ഷേ അനി വളർന്നു വരുന്നത് അവന്തികയെ വിവാഹം കഴിച്ചതിന് ശേഷമാവണം. എന്നാലേ തങ്ങൾക്ക് അതിന്റെ നേട്ടമുണ്ടാവൂ എന്ന് നാഗേന്ദ്രൻ അബിയെ പറഞ്ഞു മനസ്സിലാക്കി. ഈ സമയത്താണ് കള്ളസ്വർണം വരുന്നത് നവ്യ വഴി നന്ദു അറിയുന്നത്. പോലീസുമായി വന്ന് നന്ദു ആ ഒരു സ്വർണം പിടിക്കുകയും നാഗേന്ദ്രനെയും അബിയെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അന്വേഷണം തുടങ്ങുകയും ചെയ്തു. യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്താൻ വേണ്ടി നന്ദു ഓരോ വഴികളും നോക്കുന്ന സമയത്തിന്റെ ഡേവിഡിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് വരെ കാര്യങ്ങളൊക്കെ നീങ്ങി. നന്ദുവിനോടുള്ള ആ ഒരു പക നാഗേന്ദ്രനും അബിയുടെയും മനസ്സിൽ ആളെ പിടിച്ചിരിക്കുകയായിരുന്നു. അവളെ അങ്ങ് തീർത്തേക്കാമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. നന്ദുവിനെ അങ്ങനെ അവർ തട്ടിക്കൊണ്ടുപോയി വകവരുത്താനുള്ള പ്ലാനുകളൊക്കെ ആയിരിക്കട്ടോ അവർ തയ്യാറാക്കുന്നത്. അബി നാഗേന്ദ്രനെ കാണാൻ ചെല്ലുമ്പോൾ തന്നെ ഷെയർ മാർക്കറ്റിലെ തകർച്ചയെക്കുറിച്ച് നാഗേന്ദ്രൻ ആകുലപ്പെടുന്നുണ്ട്. തങ്ങളുടെ ഓഹരികൾ ഇടിയുമ്പോഴും മൂർത്തി ജ്വല്ലറി കുതിച്ചു വരുന്നത് കണ്ടപ്പോൾ തന്നെ ഡീല് കൈവിട്ടു പോയി എന്ന കാര്യം നാഗേന്ദ്രൻ ഉറപ്പിച്ചു. പാരമ്പര്യവും ഡിസൈനുകളുടെ പ്രത്യേകതയുമാണ് അവർക്ക് തുണയാവുന്നത് എന്ന് അബി പറയുമ്പോൾ നയനയായിരിക്കും അത് ചെയ്തത് എന്നാണ് നാഗേന്ദ്രൻ സംശയിക്കുന്നത്. എന്നാൽ നയനയും ആദർശും അവിടെ നിന്നും മാറി താമസിക്കുകയാണെന്നും നയന ഇപ്പോൾ ഡിസൈൻ ഒന്നും ചെയ്യുന്നില്ല എന്നും അബി തീർത്തും പറഞ്ഞു. മൂർത്തി ജ്വല്ലറിക്ക് വർഷങ്ങളുടെ പാരമ്പര്യമുള്ളത് തങ്ങൾക്ക് വലിയ അടിയായി എന്ന് അവർ വിലയിരുത്തി. അനി അവിടെ വെച്ച് അഭിസാറിനെ നാണം കെടുത്തിയെന്ന് ഡേവിഡ് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സമയത്തിന് അബിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. നീ ആ വീട്ടിൽ തന്നെ താമസിച്ച് കാര്യങ്ങളൊന്നും അറിയാത്തത് നിന്റെ കുഴപ്പമാണെന്ന് നാഗേന്ദ്രൻ അബിയെ കുറ്റപ്പെടുത്തുന്ന സമയത്തിന് അത് അമ്മ അനി വരുന്നില്ല എന്ന് പറഞ്ഞത് വിശ്വസിച്ചത് കൊണ്ടാണെന്ന് അബി ന്യായീകരിച്ചു. അവന്തികയും ആ വീട്ടിലല്ലേ, അവൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമായിരുന്നില്ലേ എന്ന് അബി ചോദിച്ചു. അന്നേരം അവിടെയുള്ള അവന്തിക പരിഹാസത്തോടെ ഏട്ടൻ ചെന്നില്ലെന്നിടത്തെല്ലാം ഇതല്ലേ സംഭവിക്കാറുള്ളൂ എന്ന് പറയണ അബിയോട്. ഇത് അബിയെ വല്ലാതെ ചൊടിപ്പിച്ചു. നിന്റെ ഭാവി വരൻ ഡീൽ നേടിയെടുത്ത് നിനക്ക് സന്തോഷമായി കാണുമല്ലോ എന്ന് അബി കളിയാക്കുന്ന സമയത്തേനെ മൂർത്തി ജ്വല്ലറി തകർക്കണമെന്നായിരുന്നു അച്ഛന്റെ വാശിയെന്നും ആ തറവാടും സ്വത്തും നമുക്ക് മാത്രം കിട്ടണമെന്നും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് താൻ അനിയുടെ കൂടെ നിൽക്കുന്നതെന്നൊക്കെ അവന്തിക തുറന്നടിച്ചു. ഇവരുടെ ഈ ഒരു തർക്കമെല്ലാം കണ്ട് നാഗേന്ദ്രൻ അവരെ നിയന്ത്രിക്കുകയാണ്. പക്ഷേ അനി ഇപ്പോഴും നന്ദുവിന്റെ പുറകെ തന്നെയാണെന്ന് അബി ഓർമ്മിപ്പിക്കുമ്പോൾ അവന്തിക പകയോടുകൂടെ തന്നെ പറയുന്നുണ്ട്, നന്ദു തടസ്സമായി വന്ന അവളെ ഞാൻ കൊല്ലാനും മടിക്കില്ല എന്ന്. അതിന് അച്ഛൻ കൂടെ ഉണ്ടാകുമെന്നും നാഗേന്ദ്രൻ ഉറപ്പുകൊടുത്തു. അങ്ങനെ അബി അനന്തപുരിയിലേക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്തിന് മുത്തശ്ശനും ദേവയാനിയും അങ്ങനെ എല്ലാവരും ചേർന്ന് അവനെ ശരിക്കും അങ്ങ് പരിഹസിക്കാൻ തുടങ്ങി. തോറ്റു തുന്നമ്പാടി വന്ന അബിയോട് നീ എവിടെ ചെന്നാലും ഇതേ അവസ്ഥയാണെന്ന് മുത്തശ്ശൻ പുച്ഛത്തോടെ പറഞ്ഞു. മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജലജയും അവനെ കളിയാക്കാൻ തുടങ്ങി. അനി ഡീൽ നേടിയത് അവിടെ വലിയ ആഘോഷമാണെന്നും എല്ലാവരും അബിയെ പുച്ഛിക്കുകയാണെന്നൊക്കെ ജലജ പറഞ്ഞപ്പോൾ ഇതിനൊക്കെ കാരണം നിങ്ങളാണ്, നിങ്ങൾ ഒരൊറ്റ കാരണമാണ് ഇതിനെല്ലാത്തിനും കാരണം. നിങ്ങൾ തെറ്റായ വിവരം തന്നതുകൊണ്ടല്ലേ താൻ തോറ്റുപോയത് എന്ന് പറഞ്ഞ് അബി ജലജയ്ക്ക് നേരെങ്ങി പൊട്ടിത്തെറിച്ചു. നയന ആയിരിക്കുമോ ഡിസൈൻ ചെയ്തത് എന്ന അബിയുടെ ആ ഒരു സംശയത്തിന് ആദർശ നയനയെ പുറമെ പിണങ്ങി നിൽക്കുകയാണെങ്കിലും അകമഞ്ഞ് സഹായിക്കുന്നുണ്ടാവുമെന്ന് ജലജ പറഞ്ഞു. നവ്യ അവിടേക്കെത്തി അബിയെ ഒന്ന് കുത്തി ചോദിക്കുന്ന സമയത്തന്നെ അബിക്കങ്ങ് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ജ്വല്ലറിയുമായി നിനക്ക് എന്ത് ബന്ധമാണെന്ന് നവ്യ ചോദിക്കുന്ന സമയത്തന്നെ താൻ അവിടുത്തെ എം ഡി കസേരയിൽ വരെ ഇരിക്കുമെന്ന് അബി വീമ്പിളക്കി. എന്നാൽ ഇവർ തമ്മിൽ എന്തോ വലിയ ബന്ധമുണ്ടെന്ന സത്യം നവ്യ തിരിച്ചറിഞ്ഞു. പിന്നീട് ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് നാഗേന്ദ്രൻ നഷ്ടങ്ങൾ നികത്താൻ കള്ളസ്വർണം കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് നവ്യ ഒളിഞ്ഞു നിന്ന് കേൾക്കാനിടയായി. എയർപോർട്ട് വഴി വരുന്ന ഈ ഒരു വലിയ സ്വർണമെല്ലാം തന്നെ ജ്വല്ലറി വഴി എത്തിച്ച് ലാഭമുണ്ടാക്കാനായിരുന്നു അവരുടെ പ്ലാന്. അബി താൻ മുൻപ് മൂർത്തി ജ്വല്ലറിയിൽ ചെയ്ത പണികളെക്കുറിച്ചൊക്കെ പറയുകയും സ്വർണം മാറ്റുന്നതിൽ താൻ വിദഗ്ധനാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു. നാളെ 3 റൂട്ടുകളിലാണ് സ്വർണം വരുന്നത് എന്ന് അവർ പ്ലാൻ ചെയ്യാണ്. നവ്യ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കി. ഇതെങ്ങനെയെങ്കിലും ആദർശനെയും നയനെയും നന്ദുവിനെ എല്ലാം തന്നെ അറിയിച്ചുകൊണ്ട് തന്നെ അവരുടെ പണി പാളിക്കണമെന്ന് തന്നെ നവ്യ തീരുമാനിച്ചു. അതേസമയം അനി അവന്തികയോട് താൻ സ്നേഹിക്കുന്ന നന്ദുവിനെ മാത്രമാണെന്നും അവളെ മാത്രമേ താൻ വിവാഹം കഴിക്കുള്ളൂ എന്നും അവന്തികയോട് തുറന്നു പറഞ്ഞു. ഇത് കേട്ട് സഹിക്കാനാവാതെ അവന്തിക അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് സങ്കടപ്പെടുകയാണ്. നന്ദുവിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ തനിക്കിനി അനിയെ കിട്ടൂ എന്ന് അവൾ വാശി പിടിക്കുന്ന സമയത്തിന് ആ നന്ദുവിനെ നാഗേന്ദ്രൻ വകവരുത്തുമെന്ന് തന്നെ അയാൾ മകൾക്ക് വാക്കുകൊടുത്തു. നവ്യ നൽകിയ വിവരം അനുസരിച്ചു കൊണ്ട് തന്നെ നന്ദു കള്ളസ്വർണവും വ്യാജ വജ്രങ്ങളെല്ലാം തന്നെ പിടികൂടുകയും അബിയെയും ഡേവിഡിനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ജാമ്യത്തിലിറങ്ങി വന്ന അവർ നന്ദുവിനെ വകവരുത്താൻ തന്നെ തീരുമാനിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന നന്ദുവിനെ ഒരു ഗോഡൌണിലേക്ക് പെൺകുട്ടി അപകടത്തിലാണെന്നൊക്കെ പറഞ്ഞ് കബളിപ്പിച്ച് അങ്ങോട്ടേക്ക് എത്തിപ്പിച്ചു. അവിടെ വെച്ച് അബിയും ഡേവിഡും ഗുണ്ടകളും എല്ലാവരും ചേർന്ന് കൊടുത്തിന് നന്ദുവിനെ പിടികൂടി ഒരു കസേരയിലങ്ങ് കെട്ടിയിടാണ്.
അവിടെ വെച്ചുകൊണ്ട് തന്നെ നന്ദുവിനെ കൊല്ലാനായിരിക്കും ഇവരുടെ പ്ലാന്. നന്ദുവിനെ കൊന്നു കഴിഞ്ഞാൽ മാത്രമേ അനിയും അവന്തികയുമായിട്ട് ഒന്നിക്കൂ എന്നായിരിക്കും നാഗേന്ദ്രൻ ചിന്തിക്കുന്നത്. അങ്ങനെ നന്ദുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിക്കൊണ്ട് തന്നെ അവർ ആ ഗോഡൌണിലേക്ക് വന്നിട്ട് നന്ദുവിനെ അങ്ങ് അവിടെ പിടിച്ചങ്ങ് കെട്ടിയിടുകയാണ്. അങ്ങനെ ഗുണ്ടകളെല്ലാം വിളിച്ച് നന്ദുവിനെ വളഞ്ഞു. അഭിയും ഡേവിഡും വിജയിച്ച ഭാവത്തിൽ അവളുടെ മുന്നിലിങ്ങനെ വന്നു നിന്നു. നന്ദുവിനെ എങ്ങനെയെങ്കിലും തീർക്കണമെന്ന വാശിയായിരുന്നു അവർക്ക്. എന്നാൽ അഭിയും ഡേവിഡും തമ്മിലുള്ള ഈ ഒരു സംസാരം നേരത്തെ തന്നെ നവ്യ ചോർത്തിയിരുന്നു. അവൾ ഈ വിവരം ആദർശിനെ വിളിച്ച് അറിയിച്ചു. നന്ദുവിനെ കൊലപ്പെടുത്താൻ വേണ്ടി അബ് തോക്ക് ചൂണ്ടിയ നിമിഷം തന്നെ ആദർശും അനിയും പോലീസുമായി അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. പെട്ടെന്നുണ്ടായ ഈ ഒരു ആക്രമണത്തിൽ ഗുണ്ടകൾ ചിതറിയോടി. അഭിയും ഡേവിഡും വീണ്ടും പോലീസിന്റെ വലയിലായി. നന്ദുവിനെ അവർ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. ഇതെല്ലാം അറിഞ്ഞ നാഗേന്ദ്രൻ എത്രയും പെട്ടെന്ന് തന്നെ നാടുവിടാൻ ശ്രമിച്ചുവെങ്കിലും വിമാനത്താവളത്തിൽ വെച്ചുകൊണ്ട് തന്നെ പോലീസ് അയാളെയും പൊക്കി. അവന്തികയുടെ എല്ലാ മോഹങ്ങളും അതോടുകൂടി അങ്ങ് തകർന്നു. അനന്തപുരി തറവാട്ടിലെ സ്വത്തുക്കളെല്ലാം ആഗ്രഹിച്ച നാഗേന്ദ്രനും മക്കളും പിന്നീട് അങ്ങനെ ജയിൽക്കുള്ളിലായി. അഭിയിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ജ്വല്ലറിക്കാർക്ക് വേണ്ടി കളിച്ചതെല്ലാം തന്നെ നാഗേന്ദ്രനാണ് എന്ന സത്യം അതോടുകൂടി തന്നെ ആദർശും നയനയും മുത്തശ്ശനും അങ്ങനെ അനന്തപുരിയിൽ എല്ലാവരും അറിയുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രനും മക്കളും ജയിലിലായതോടുകൂടി തന്നെ അനന്തപുരി തറവാട് സമാധാനത്തിലായി. ഒടുവിൽ കുടുംബാംഗങ്ങളെല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ അനിയുടെയും നന്ദുവിന്റെയും വിവാഹം അവിടെ ഗംഭീരമായി തന്നെ നടക്കുകയായിരുന്നു. ജ്വല്ലറിക്കാർ അതായത് നാഗേന്ദ്രൻ മനഃപൂർവ്വം തന്നെ അന്നത്തെ ആ ഒരു ബിസിനസ് ഡീലിൽ വെച്ച് ആദർശിനെ കൃത്യമായി ചതിച്ചതാണ് എന്ന കാര്യമെല്ലാം തന്നെ മുത്തശ്ശൻ മനസ്സിലാക്കി. അതോടെ നയനയും ആദർശും തറവാട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയതോടുകൂടി തന്നെ മൂർത്തീസ് ജ്വല്ലറി അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ചതിയും വഞ്ചനയും പരാജയപ്പെടുകയും സ്നേഹവും സത്യസന്ധയും വിജയിക്കുകയും ചെയ്യുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.